എന്നാൽ പല വീടുകളിലും കുട്ടികൾ ഒരു ടീനേജിലൊക്കെ വരുമ്പോൾ വലിയ ദേഷ്യമൊക്കെ കാണിക്കാറുണ്ട്. നമ്മൾ പറയുന്ന കാര്യത്തോടൊക്കെ ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കാറുണ്ട്. പലപ്പോഴും അവർ വളരെ സ്ലോ ആയിട്ട്, നമ്മൾ പറയുന്ന സ്പീഡിലൊന്നും കാര്യങ്ങൾ ചെയ്യാതെ വളരെ സ്ലോ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പേരൻസൊക്കെ വിളിച്ച് ചോദിക്കുന്നത്, സാറേ അവനൊരു കൗൺസിലിംഗ് കൊടുക്കണം, അവനെ എവിടെയാണ് കാണിക്കേണ്ടത്, ആരെയാണ് കാണിക്കേണ്ടതെന്നൊക്കെ പല പേരൻസും വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ കുട്ടികൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത് ടീനേജിലൊരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അവരെന്തെങ്കിലും അബ്നോർമലായിട്ടുള്ള പ്രശ്നം ആ കാര്യത്തിലില്ല. മാത്രമല്ല അത് മോശപ്പെട്ട ഒരു സ്വഭാവമായിട്ടോ ഒന്നും കാണാനും കഴിയില്ല. കുട്ടികൾ ടീനേജിലൊരല്പം ദേഷ്യമൊക്കെ കാണിക്കുമ്പോൾ അവരെന്തുകൊണ്ടാണ് ആ ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെ ഒന്ന് സമാധാനത്തോടെ ക്ഷമയോടെ അവരോടൊപ്പം ഇരുന്ന് അവരെ ഒന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഇളയ കുട്ടികളൊക്കെ ഉണ്ട്, കൊച്ചു കുട്ടികളായിരിക്കും, അവരെ നോക്കാൻ സമയം തികയുന്നില്ല, ഇവനെ നോക്കാനും സമയം തികയുന്നില്ല, എല്ലാം കൂടെ ഒരു അമ്മയായിരിക്കും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് സമാധാനത്തോടെ ക്ഷമയോടെ ഇരുന്നൊന്ന് അവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേരൻറ്റ് പറഞ്ഞത്, കുട്ടി സ്കൂളിൽ പോകുന്നില്ല, ടീനേജിലുള്ള കുട്ടിയാണ്, സ്കൂളിലേ പോകുന്നില്ല. ഞാൻ ചോദിച്ചു സ്കൂളിൽ പോകാത്തത് എന്തുകൊണ്ടാണ്? അതറിയത്തില്ല, അഹങ്കാരമാണ്. ഞാൻ പറഞ്ഞു, അഹങ്കാരം കൊണ്ട് ഒരു കുട്ടിയും സ്കൂളിൽ പോകാതിരിക്കില്ല. നിങ്ങൾ ആരെങ്കിലും കുറച്ച് ദിവസം, ഞങ്ങൾക്ക് സമയമില്ല സാർ, സമയം ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ അമ്മയും അപ്പനും ജോലിയാണ്. ഞാൻ പറഞ്ഞ ആരെങ്കിലും ഒരാൾ ഒരു 10-15 ദിവസത്തേക്ക് ഒന്ന് ലീവൊക്കെ എടുത്ത് ആ കുട്ടിയോടൊപ്പം ഇരുന്ന് ആ കുട്ടിയെ പതുക്കെ സ്കൂളിൽ എല്ലാ ദിവസവും ഒന്ന് കൊണ്ടുപോയി ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനെ ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക. അവിടെയാണ് വേണമെങ്കിൽ ഒരു കൗൺസിലറിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒക്കെ ഹെൽപ്പ് കൂടെ എടുക്കുക. അല്ലാതെ സ്വിച്ചിട്ടതുപോലെ നിങ്ങളുടെ കുട്ടികളെ മാറ്റാൻ പറ്റുന്ന മാജിക്കൊന്നും കൗൺസിലിങ്ങിലും സൈക്കോളജിയിലും മെഡിക്കൽ സയൻസിലും ഒന്നും ഇല്ല. കുട്ടികളുടെ പ്രശ്നം ഈ ഒരു ടീനേജിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്നാണ്, ആ കുട്ടിയെ എപ്പോഴും സ്കൂൾ മാറ്റുകയാണ്, നിരന്തരമായിട്ട് സ്കൂൾ മാറ്റുകയാണ്. കാരണം എന്താ, മാതാപിതാക്കളുടെ സൗകര്യം അനുസരിച്ച് ഓരോ സ്കൂളിലേക്ക് കുട്ടിയെ വിടുകയാണ്. അപ്പോൾ അത് തന്നെ ആ കുട്ടിക്ക് വലിയ പ്രശ്നമാണ്. പുതിയ സ്കൂളുകളിൽ ചെല്ലുന്നു, ആ പുതിയ സ്കൂളുകളിലെ കൂട്ടുകാരുമായിട്ട് കണക്റ്റ് ആവുന്നില്ല, അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നില്ല, അന്തരീക്ഷമായിട്ട് കണക്റ്റ് ആവുന്നില്ല. ഇതൊന്നും പേരൻസ് മനസ്സിലാക്കുന്നില്ല. പേരൻസ് മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് അവരുടേതായ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ അനുസരിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട അറ്റൻഷൻ കിട്ടില്ല. അവർ അനുസരിക്കാതൊക്കെ ഇരിക്കുമ്പോൾ, അവർ സ്ലോ ആയിട്ട് പലതും ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ അവരെ അറ്റൻഡ് ചെയ്യുകയും ആ അറ്റൻഷൻ അവർ ആസ്വദിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ടാണെങ്കിൽ പോലും അവരത് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാനാണ് അവരിതൊക്കെ ചെയ്യുന്നത്. മാതാപിതാക്കൾ ഒരു ഗൈഡൻസ് എടുക്കുക, മാതാപിതാക്കൾ ഒരു കൗൺസിലറിനെ കാണുക, ഒത്തിരി വ്യത്യാസം ഉണ്ടാകും.